ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മാസ് ഡിഫക്റ്റ് ബൈൻഡിങ് എനർജി അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്ടോൺസ്. അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുള്ള കാര്യമല്ലേ, ഓൾറെഡി പഠിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ് ഐസോടോപ്സ്, എന്താണ് ഐസോബാർസ്, എന്താണ് ഐസോട്ടോൺസ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും കൂടിയും റിഫ്രഷ് ചെയ്തെടുക്കാം. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണ്. അവർക്ക് സെയിം അറ്റോമിക് നമ്പർ ഉണ്ടായിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് മാസ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഐസോടോപ്സ് ആർ ആറ്റംസ് ദാറ്റ് ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻ്റ് മാസ് നമ്പർ. അപ്പോൾ ഐസോടോപ്സിന് സെയിം അറ്റോമിക് നമ്പർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ സെയിം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും എണ്ണ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആസ് വെൽ ആസ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് പറയാം ദേ വിൽ ബി ദ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആൻഡ് ദേ വിൽ ഹാവ് ഐഡൻറ്റിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാരണം സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസും ആണല്ലോ. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസോടോപ്സിന് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൽ ന്യൂട്രോൺസിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഹാവ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഇപ്പോൾ സെയിം അറ്റോമിക് നമ്പർ മീൻസ് ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. സോ they will be the atoms of the same element and they will have identical electronic configuration and they will have identical chemical properties. But since their number of neutrons are different, they will have different physical properties and rates of reaction. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഐസോടോപ്സിന് നിങ്ങൾ വളരെയധികം കേട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്സ്, അല്ലേ? ഹൈഡ്രജൻ്റെ ഐസോടോപ്സിൻ്റെ പേരെന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇതൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സിൻ്റെ പേര്. പ്രോട്ടിയം ഇത് കണ്ടോ, 1H1, ഡ്യൂട്ടീരിയം 1H2 ആൻഡ് ട്രിഷിയം 1H3. ദീസ് ആർ ദ 3 ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ, അല്ലേ? അപ്പോൾ ഈ ഐസോടോപ്സിലൊക്കെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദെയർ ന്യൂക്ലിയർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആൻഡ് ദേ വിൽ ഹാവ് 1 എക്സ്ട്രാ ന്യൂക്ലിയർ ഇലക്ട്രോൺ. പക്ഷേ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇതിൽ എത്രയായിരിക്കും? 0 ആണ്. ഇതിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ഇതിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ കേസിലായിരിക്കും ഡിഫറൻസ് വരിക. അതുപോലെ ക്ലോറിനും നിങ്ങൾ ധാരാളം ഐസോടോപ്സ് ഉള്ളതായിട്ട് കേട്ടിട്ടുള്ളതാണ്. അതിന് സ്റ്റേബിളായിട്ട് മെയിൻലി 2 ഐസോടോപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ക്ലോറിൻ്റെ സ്റ്റേബിൾ ഐസോടോപ്സ്? ക്ലോറിൻ 1735ഉം അതുപോലെ ക്ലോറിൻ 1737ഉം, അല്ലേ? അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 7 ആണ്. അതുപോലെ 17 ആണ്. ക്ലോറിൻ 1735ഉം ക്ലോറിൻ 1737ഉം. അപ്പോൾ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 17 പ്രോട്ടോൺസ് ഉണ്ട്. അതുപോലെ 17 എക്സ്ട്രാ ന്യൂക്ലിയർ ഇലക്ട്രോൺസും ഉണ്ട്, അല്ലേ? ഇനി ഇതിൽ എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്? 35 - 17, അല്ലേ? അതായത് 18 ന്യൂട്രോൺസ് ആണ് ഫസ്റ്റ് കേസിലുള്ളത്. ഇനി ഈ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും? 37 - 17, അതായത് 20 ന്യൂട്രോൺസും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രോട്ടോൺസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഒക്കെ നമ്പർ സെയിം ആയിട്ടായിരുന്നു വരുന്നത്, പക്ഷേ ന്യൂട്രോൺസിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഐസോടോപ്സ്. അപ്പോൾ ഐസോടോപ്സിൻ്റെ ഡെഫിനിഷൻ അറിയണം. അതിൻ്റെ മെയിനായിട്ട് അത് കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, they will be the atoms of the same element, they have identical electronic properties, they have identical chemical properties, but since their neutrons are different, neutron number different ആയതുകൊണ്ട് they will have different physical properties and rates of reaction. പിന്നെ എക്സാമ്പിൾസ്, ഹൈഡ്രജൻ്റെ എക്സാമ്പിളും ഉണ്ട്. അതുപോലെ ക്ലോറിൻ്റെ 2 സ്റ്റേബിൾ ഐസോടോപ്സും എക്സാമ്പിളാണ്. ഇനി എന്താണ് ഐസോബാർസ്? ഐസോടോപ്സ് കണ്ടു, ഇനി ഐസോബാർസ്. ഐസോബാർസിന് സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. So they are the atoms of different elements and they have different physical properties as well as they have different chemical properties. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. ആൻഡ് ദേ ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ്. ദേ ഹാവ് ഡിഫറെൻ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദേ ഹാവ് ഡിഫറെൻ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾസ് കണ്ടു നോക്കൂ. ആർഗൺ 1840, then potassium 1940, then calcium 2040. അതൊക്കെ ഐസോബാർസ് ആണ്, അല്ലേ? ദേ ഹാവ് ദ സെയിം മാസ് നമ്പർ ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. അതുപോലെ കാർബൺ
614, അതുപോലെ നൈട്രജൻ 714. അപ്പോൾ ഇതിലെ മാസ് നമ്പർ 14 ആണ് രണ്ടിൻ്റെയും അല്ലേ. അപ്പോൾ അത് സെയിം ആണ്, പക്ഷെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഐസോബാർസ് ആണ്. അതുപോലെ സിലിക്കണും ഫോസ്ഫറസും, സിലിക്കൺ 1430യും ഫോസ്ഫറസ് 1530യും. അതിൻ്റെ രണ്ടിൻ്റെയും മാസ് നമ്പർ രണ്ടിൻ്റെയും 30 ആണ്. അറ്റോമിക് നമ്പറോ ഒന്നിൻ്റെ 14 ആണ്, ഒന്ന് 15 ആണ്. അപ്പോൾ ഇതൊക്കെ പെയർ ഓഫ് ഐസോബാർസ് ആണ്. ഓക്കെ, ദെൻ isobars എന്ന് പറഞ്ഞാൽ they have same mass number but different atomic number. So they are the atoms of the different elements and they have different physical properties as well as different chemical properties. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോട്ടോൺസ് ആർ ആറ്റംസ് ദാറ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദെയർ ന്യൂക്ലിയൈ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ന്യൂട്രോൺസിൻ്റെ നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. So they have a different number of protons and they are atoms of different elements with the same number of neutrons and so they exhibit different physical and chemical properties. അപ്പോൾ ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ഇൻ ദെയർ ന്യൂക്ലിയൈ. മാസ് നമ്പർ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും, സിൻസ് ദേ ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ് and they are atoms of different elements with the same number of neutrons and they show different physical properties as well as different chemical properties. Okay, ഇനി എക്സാമ്പിൾസ് ആയിട്ട് കാണുകയാണെങ്കിൽ സിലിക്കൺ 1430, ഫോസ്ഫറസ് 1531 ആൻഡ് സൾഫർ 1632. അതൊക്കെ ഐസോട്ടോൺസ് ആണ് ബിക്കോസ് ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ഇത് മൈനസ് ചെയ്താലും ഇത് മൈനസ് ചെയ്താലും ഇത് തമ്മിൽ മൈനസ് ചെയ്താലും സെയിം നമ്പറാണ് വരുന്നത്. അതുപോലെ കാർബൺ 614, നൈട്രജൻ 715 ആൻഡ് ഓക്സിജൻ 816. ഇതിലൊക്കെ എല്ലാത്തിലും എത്രയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നത്? 8 ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഐസോട്ടോൺസ് ആണ്. അതുപോലെ ഫ്ലൂറിൻ 919 ആൻഡ് നിയോൺ 1020. അതിലും അത് രണ്ടിലും 10 ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നത്. ഇതും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു പെയർ ഓഫ് ഐസോട്ടോൺസിനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഐസോട്ടോപ്സ്, ഐസോബാർസ്, അതുപോലെ ഐസോട്ടോൺസ്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മൂന്നെണ്ണം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് തരും, എന്നിട്ട് ഇത് ഐസോട്ടോപ്സ് ആണോ ഐസോട്ടോൺസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എഴുതാൻ അറിയണം. അതറിയണമെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷനാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ? നിങ്ങൾ ഫിഷനും ഫ്യൂഷനൊക്കെ ധാരാളം നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ +2-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിഷൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. So what is nuclear fission? It is the splitting of a heavy nucleus when bombarded with a suitable subatomic particle, normally a neutron, into two fragments of comparable masses with the simultaneous release of a huge amount of energy is called nuclear fission. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെ? ബൈ ബോംബാർഡിങ് വിത്ത് ന്യൂട്രോൺസ്, ഏതെങ്കിലും ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട്. സാധാരണ ന്യൂട്രോൺസ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ ന്യൂട്രോൺസ് വെച്ചിട്ട് ഹെവി ന്യൂക്ലിയസിനെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ആ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ ഫ്രാഗ്മെൻറ്റ്സിനൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ള മാസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആയി മാറുന്നതിൻ്റെ കൂടെ കുറേ എനർജിയും റിലീസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫിഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് യുറാനിയം 92-235, അത് സ്ലോ ന്യൂട്രോൺസ് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന മോഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യുറാനിയം 92-235 അതിനെ ന്യൂട്രോൺ വെച്ചിട്ട് ബൊമ്പാർഡ് ചെയ്തപ്പോൾ ബേരിയമായി, ക്രിപ്റ്റോണായി, പിന്നെ ഒരു ന്യൂട്രോണും പ്ലസ് എനർജിയുമായി മാറി. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് എസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് മീറ്റ്നർ ആൻഡ് ഫ്രിഷ് എന്ന് പറഞ്ഞ 2 പേരാണ്. അവർ ആ ഡിസ്കവറി നടത്തുന്നതിൻ്റെ മുൻപ് തന്നെ പറഞ്ഞു, ഇത്തരത്തിലൊരു ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ധാരാളം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നൊക്കെ. അങ്ങനെ ഈ ഫിനോമിനൻ പിന്നീട് ഡിസ്കവർ ചെയ്തത് ഓട്ടോഹാനും സ്ട്രെസ്മാനും ആണ്. 1938 അവരത് ഡിസ്കവർ ചെയ്യുന്നത്. മറ്റൊരു ജസ്റ്റ് പ്രപ്പോസ് ചെയ്തു, ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും, ഇൻ്റർപ്രറ്റ് ചെയ്യാണ് അവർ ചെയ്തത്. അപ്പോൾ ഇവരെ ഓട്ടോഹാനും സ്ട്രെസ്മാനും ആണ് ശരിക്കും ആ ഫിനോമിനൻ ഡിസ്കവർ ചെയ്തത്. ഇനി
ഇതിൽ തന്നെ പലതരം എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ യുറാനിയം 92-33, അതുപോലെ പ്ലൂട്ടോണിയം 94-239, അതൊക്കെ ഇതുപോലെ തന്നെ ഫിഷൻ നടക്കും ഓൺ ബൊമ്പാർഡ്മെൻറ്റ് വിത്ത് തെർമൽ അല്ലെങ്കിൽ സ്ലോ ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ സ്ലോ ന്യൂട്രോൺസ് വെച്ച് ബൊമ്പാർഡ്മെൻറ്റ് നടത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ് ആണ് യുറാനിയം പ്ലൂട്ടോണിയം 92-33, യുറാനിയം പ്ലൂട്ടോണിയം 94-39. ഏതുകൊണ്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ തെർമൽ ഓർ സ്ലോ ന്യൂട്രോൺസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂക്ലൈഡ്സിനെയാണ് നമ്മൾ ഫിസൈൽ ന്യൂക്ലൈഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ യുറാനിയം 92-38, പ്രൊട്ടാക്ടീനിയം 91-31 ആൻഡ് തോറിയം 90-32, ഇതൊക്കെ ഫാസ്റ്റ് ന്യൂട്രോൺസ് വെച്ച് ബൊമ്പാർഡ് ചെയ്താൽ മാത്രമേ അതിന് ഫിഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂക്ലിയസുകളിനൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലൈഡ്സിനൊക്കെ നമ്മൾ പറയുന്നതാണ് ഫിഷനബിൾ ന്യൂക്ലൈഡ്സ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ന്യൂക്ലൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസൈൽ ന്യൂക്ലൈഡ്സും ഉണ്ട്, ഫിഷനബിൾ ന്യൂക്ലൈഡ്സും ഉണ്ട്. ഫിസൈൽ ന്യൂക്ലൈഡ്സിന് എക്സാമ്പിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂക്ലൈഡ്സിന് നമ്മൾ തെർമൽ അല്ലെങ്കിൽ സ്ലോ ന്യൂട്രോൺസ് വെച്ച് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ തന്നെ ഫിഷൻ നടക്കുന്നു. ഇനി ഫിഷനബിൾ ന്യൂക്ലൈഡ്സിന് എക്സാമ്പിളാണ് ഇത് മൂന്നും. അത് ഫാസ്റ്റ് ന്യൂട്രോൺസ് വെച്ച് ബൊമ്പാർഡ് ചെയ്യുമ്പോഴാണ് അതിനെ എന്ത് നടക്കുന്നുള്ളൂ? ഫിഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഫിസൈൽ ന്യൂക്ലൈഡ്സും ഫിഷനബിൾ ന്യൂക്ലൈഡ്സും തമ്മിലുള്ള ഡിഫറൻസും അതിനുള്ള എക്സാമ്പിൾസും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഇത്തരത്തിലൊരു ന്യൂക്ലിയർ ഫിഷന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു ന്യൂക്ലിയർ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ അനുസരിച്ചിട്ട് ഇത്തരത്തിലൊരു സ്പെറിക്കലായിട്ടുള്ള ഒരു ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് പിന്നീട് ഒരു എലിപ്സോയിഡലായിട്ടുള്ള ഷേപ്പായിട്ട് മാറുന്നു. പിന്നീട് അതെന്തായിട്ട് മാറുന്നു? ഒരു ഡംബൽ ഷേപ്പ്ഡ് ആയിട്ട് മാറുന്നു. ആ ഡംബൽ ഷേപ്പ്ഡ് പിന്നീട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്പെറിക്കൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസ് ഫിഷൻ നടക്കുന്നത്? ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അത് കുറച്ചും കൂടി എലിപ്സോയിഡൽ ഷേപ്പ് ആവുന്നു, പിന്നെ അത് ഡംബൽ ഷേപ്പ്ഡ് ആവുന്നു, പിന്നെ അത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സ്മോൾ സ്പെറിക്കൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു പ്രോസസ്സ് തന്നെയാണ് ഫിഷൻ പ്രോസസ്സിലും നടക്കുന്നത്. So in accordance with this nuclear liquid drop model, the fission mechanism is comparable to the breaking up of a spherical liquid drop into two smaller droplets on applying a sufficiently large deforming force. അപ്പോൾ ഇത്തരത്തിലെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ ഇതിലൊരു ഡിഫോമിംഗ് ഫോഴ്സ്, അതിനെ ഡിഫോം ചെയ്യാനുള്ള മീൻസ് അതിന് ഇങ്ങനത്തെ ഷേപ്പുകളുമായിട്ട് മാറാനുള്ള ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫിഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഡിഫോം ചെയ്യുമ്പോൾ അതിന് നടക്കുന്ന ആ ചേഞ്ചസ് ആണ് സാധാരണ ഒരു ഫിഷൻ പ്രോസസ്സിലും നടക്കുന്നത് നമുക്ക് പറയാനായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് എങ്ങനെയാണ് ഫിഷൻ നടക്കുന്നതിനെ കുറിച്ചിട്ട്. ഇനി നമുക്കറിയാം ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്തുണ്ട്? ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? നമ്മളെ ഫിസൈൽ അല്ലെങ്കിൽ ഫിഷനബിൾ ന്യൂക്ലൈഡ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ആ ടാർഗറ്റ് ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രൊജക്റ്റൈൽ ആയിട്ടുള്ള ന്യൂട്രോൺസ്, അത് ചില കേസിൽ സ്ലോ ന്യൂട്രോൺസ് ആയിരിക്കും, ചില കേസിൽ ഫാസ്റ്റ് ന്യൂട്രോൺസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ടാർഗറ്റ് ന്യൂക്ലിയസുമേ പ്രൊജക്റ്റൈൽ ന്യൂട്രോൺസ് വന്ന് ബൊമ്പാർഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസ്. അപ്പോൾ ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിനാണെങ്കിൽ ഹൈ എനർജിയാണ്. അപ്പോൾ ഹൈ എനർജിയുള്ള കോമ്പൗണ്ട് ന്യൂക്ലിയസ് പെട്ടെന്ന് തന്നെ ഡംബൽ ഷേപ്പായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ ഡംബൽ ഷേപ്പിൽ ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ശരിക്കും ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അത് തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ന്യൂക്ലിയർ ഫോഴ്സസ്, അട്രാക്റ്റീവ് ഫോഴ്സസ് അതിലുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് നിൽക്കും നമ്മുടെ റിപ്പൽസീവ് ഫോഴ്സസ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള റിപ്പൽസീവ് ഫോഴ്സസ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇത്തരത്തിലുള്ള ന്യൂക്ലിയസുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് സിസ്റ്റം സെപ്പറേറ്റ് ടു സ്മോളർ ന്യൂക്ലിയൈ ഓഫ് കമ്പയറബിൾ മാസസ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? ടാർഗറ്റ് ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ നമ്മൾ പ്രൊജക്റ്റൈൽ ന്യൂട്രോൺ വെച്ചിട്ട് ബൊമ്പാർഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ന്യൂക്ലിയസ് കിട്ടുന്നു. ഈ കോമ്പൗണ്ട് ന്യൂക്ലിയസിനെ ഹൈ എനർജിയാണ്, അപ്പോൾ അത് ഡംബൽ ഷേപ്പ് അത് ഓപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ന്യൂക്ലിയസിൽ റിപ്പൽസീവ് ഫോഴ്സസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ അട്രാക്റ്റീവ് ഫോഴ്സസ്. സോ ദ സിസ്റ്റം സെപ്പറേറ്റ് ടു സ്മോളർ ന്യൂക്ലിയൈ ഓഫ് കമ്പയറബിൾ മാസ്. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്.
അപ്പോൾ ഇത്തരത്തിലൊരു ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ സാധാരണ മാസ് ലോസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് മാസിൽ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസ് ഐൻസ്റ്റീൻസിൻ്റെ ഇക്വേഷൻ ഇല്ലേ, E=mc², ആ ഇക്വേഷനെ ഒബേ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് മാസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദർ വിൽ ബി ദ റിലീസ് ഓഫ് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് എനർജി. അപ്പോൾ കുറച്ച് മാസ് നമുക്കിവിടെ ഫിഷൻ പ്രോസസ്സിൽ ലോസ്റ്റ് ആവുന്നുണ്ട്. ആ ലോസ്റ്റ് ചെയ്യുന്ന മാസ് എനർജി ആയിട്ട് മാറുകയാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ E=mc², with the release of a tremendous amount of energy during this fission process. ഇനി സാധാരണ ഒരു ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് 2-3 ന്യൂട്രോൺസ് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടുത്തെ ഇക്വേഷനിൽ പറഞ്ഞു, ഇവിടെ കണ്ടോ 2 ന്യൂട്രോൺസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഇക്വേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ 2 ന്യൂട്രോൺസ്. അപ്പം അങ്ങനെ ഓരോ ന്യൂക്ലിയസുകൾ അനുസരിച്ചിട്ട് 2-3 ഒക്കെ ന്യൂട്രോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന ഓരോ ന്യൂട്രോൺസിനെ എന്ത് ചെയ്യാം? അനദർ ഫിഷനെ ഇനീഷ്യേറ്റ് ചെയ്യാം, ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന സെക്കൻഡറി ന്യൂട്രോൺസ്, ഇത്തരത്തിലുള്ള ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്കൻഡറി ന്യൂട്രോൺസ് ഉണ്ടല്ലോ, ദേ പ്രൊപ്പഗേറ്റ് ദ ഫിഷൻ പ്രോസസ്, ദെയർബൈ സെറ്റിംഗ് അപ്പ് എ സെൽഫ് സസ്റ്റെയിനിങ് റിയാക്ഷൻ. അതിങ്ങനെ സ്വയം വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു റിയാക്ഷനായിട്ട് മാറാൻ കാരണം എന്താണ്? ഈ ന്യൂട്രോൺസ് ഇത്തരത്തിലുള്ള ഫിഷൻ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോൺസ് വീണ്ടും ഫിഷൻ റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതുമാണ്. അപ്പം അതുകൊണ്ട് നമുക്കിതിന് എന്ത് പറയാം? ഒരു ചെയിൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫിഷൻ ചെയിൻ റിയാക്ഷൻ എന്ന് നമുക്കിതിനെ പറയാം. കാരണം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോൺസ് വീണ്ടും വീണ്ടും റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഫിഷൻ ചെയിൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ സെക്കൻഡറി ന്യൂട്രോൺസ് ലോസ്റ്റ് ചെയ്യുന്നില്ല, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, and they do not propagate the fission chain. An adequate quantity of target material must be available. അതെങ്ങനെയാണ് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുക? അതായത് ഇത്തരത്തിലുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ധാരാളം ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാർഗറ്റ് മെറ്റീരിയലിൽ നമ്മുടെ ഇനീഷ്യലായിട്ട് ഏത് ന്യൂക്ലിയസിനെയാണോ ബൊമ്പാർഡ് ചെയ്യപ്പെടുന്നത്, ആ ന്യൂക്ലിയസ് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് അവിടെ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോൺസ് പുറത്തേക്ക് രക്ഷപ്പെടുകയില്ല. അത് വീണ്ടും വീണ്ടും ആ ചെയിൻ റിയാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. Okay, so we should be kept in mind that an adequate quantity of the target material should be available. ടാർഗറ്റ് മെറ്റീരിയൽ ധാരാളം അവൈലബിൾ ആയിരിക്കണം സിസ്റ്റത്തിൽ. എന്നാൽ മാത്രമേ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ, ഫിഷൻ റിയാക്ഷൻസിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ വാട്ട് ഈസ് മെൻ ബൈ ക്രിറ്റിക്കൽ മാസ്? ക്രിറ്റിക്കൽ മാസ് സാധാരണ എക്സാംസിന് ചോദിക്കുന്ന ഒരു ടേമാണ്. അതായത് ദ മിനിമം എമൗണ്ട് ഓഫ് ടാർഗറ്റ് മെറ്റീരിയൽ required to sustain a fission chain reaction at a constant rate is called critical mass. അതായത് ഏറ്റവും മിനിമം വേണ്ട ടാർഗറ്റ് മെറ്റീരിയൽ, the minimum amount of target material required എന്തിനെ? ടു സസ്റ്റെയിൻ ഒരു ഫിഷൻ ചെയിൻ റിയാക്ഷൻ ഒരു കോൺസ്റ്റന്റ് റേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പെട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് ടാർഗറ്റ് മെറ്റീരിയൽ, അതിനെയാണ് എന്ത് പറയുന്നത്? ക്രിറ്റിക്കൽ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ന്യൂട്രോൺസ് വീണ്ടും വീണ്ടും ഈ റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു ധാരാളം ടാർഗറ്റ് മെറ്റീരിയൽ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര മിനിമം എമൗണ്ട്, ദ മിനിമം എമൗണ്ട് ഓഫ് ടാർഗറ്റ് മെറ്റീരിയൽ റിക്വയർഡ് ടു സസ്റ്റെയിൻ എ ഫിഷൻ ചെയിൻ റിയാക്ഷൻ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്, അതിനെയാണ് ക്രിറ്റിക്കൽ മാസ് എന്ന് പറയുന്നത്. ഇനി സബ് ക്രിറ്റിക്കൽ മാസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ടാർഗറ്റ് മെറ്റീരിയൽ പ്രസൻറ്റ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക അഡിക്വേറ്റ് പ്രപ്പോർഷനിൽ ഫോർ കണ്ടിന്യൂയിങ് എ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ കുറവ് മാസമാണ് നമ്മുടെ ടാർഗറ്റ് മെറ്റീരിയൽ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്നതാണ് സബ് ക്രിറ്റിക്കൽ മാസ്. ഇപ്പോൾ ക്രിറ്റിക്കൽ മാസ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള മാസ് ഓഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ ടു സസ്റ്റെയിൻ എ ചെയിൻ റിയാക്ഷൻ. ഇനി സബ് ക്രിറ്റിക്കൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ പ്രസൻറ്റ് ഈസ് നോട്ട് ആഡിക്വേറ്റ് ടു സസ്റ്റെയിൻ എ ചെയിൻ റിയാക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് എ സബ് ക്രിറ്റിക്കൽ മാസ്. ദെൻ ദ ഫിഷൻ ഓഫ് 1 യുറാനിയം 92-235 ന്യൂക്ലിയസ്, അത് തന്നെ ധാരാളം ഒരു യുറാനിയം 92-235 ന്യൂക്ലിയസിനെ ബൊമ്പാർഡ് ചെയ്താൽ തന്നെ അതിൻ്റെ കൂടെ 200 MeV എനർജി കൂടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്.
സോ ധാരാളം എമൗണ്ട് ഓഫ് എനർജിയാണ് ഒരു ഫിഷൻ ചെയിൻ റിയാക്ഷനിൽ കൂടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, so the tremendous amount of energy released in an uncontrolled fission chain reaction can be used in the form of atom bomb for destructive purposes. അപ്പോൾ ഇത്തരത്തിൽ ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ അൺകൺട്രോൾഡ് ആയിട്ട് ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ട്രമെൻഡസ് എമൗണ്ട്, ധാരാളം എമൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അൺകൺട്രോൾഡ് ഫിഷൻ ചെയിൻ റിയാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജീനെ നമുക്കൊരു ആറ്റം ബോംബാക്കി മാറ്റാനായിട്ട് സാധിക്കും. ആ എനർജീനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കറിയാം എന്താണ് ഈ ആറ്റം ബോംബ്സ് ഒക്കെ, അത് ഡിസ്ട്രക്റ്റീവ് പർപ്പസ്, നശീകരണ പ്രവർത്തനങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫിഷൻ ചെയിൻ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ അത്തരത്തിലുള്ള യൂസുകളാണ് വരുന്നത്. അപ്പോൾ ഫിഷൻ ചെയിൻ റിയാക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നല്ല യൂസുകൾക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഫങ്ഷനിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഇത്തരത്തിൽ ഫിഷൻ ചെയിൻ റിയാക്ഷനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജീനെ കൺസ്ട്രക്റ്റീവ് പർപ്പസസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് പർപ്പസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? അതായത് ഒരു ടർബൈൻ, ഇപ്പോൾ ജനറേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ജനറേറ്റേഴ്സിൻ്റെ ടർബൈനെ തിരിക്കാനായിട്ട് ഉള്ള സ്റ്റീം ഉണ്ടാക്കാനുള്ള ഒരു ഫോഴ്സായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള എനർജീനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അത് പവർ മില്ലർ ഷിപ്സിലും സബ്മറൈൻസിലും ഒക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. The nuclear reactors have also been used to power മിലിറ്ററി ഷിപ്സ്, സബ്മറൈൻസ് എക്സെട്ര. അപ്പം ഇത്തരത്തിലെ മിലിറ്ററി ഷിപ്പുകളും സബ്മറൈൻസും ഒക്കെ അതിലേക്കൊക്കെ ചാർജ് കൊടുക്കാൻ, പവർ കൊടുക്കാനായിട്ടും നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞു എന്താണ്? ആറ്റം ബോംബ്. കൺസ്ട്രക്റ്റീവ് പർപ്പസിനും ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസിൽ നിന്നുള്ള എനർജി കൊടുക്കാം. അത്തരത്തിലുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടർബൈൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ, തിരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഹാവ് ഓൾസോ ബീൻ യൂസ്ഡ് ടു പവർ ദ മിലിറ്ററി ഷിപ്സ്, അതുപോലെ സബ്മറൈൻസും മിലിറ്ററി ഷിപ്സൊക്കെ പവർ ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ടേം ഇറ്റ് സെൽഫ് വി ക്യാൻ അനലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് 2 ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ടുഗദർ ടു ഫോം എ ഹെവി ന്യൂക്ലിയസ്. അപ്പോൾ 2 ലൈറ്റർ ന്യൂക്ലിയൈകൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതെന്താണ്? ദർ വിൽ ബി എ മച്ച് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് അല്ലേ. അതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ട്രിറ്റനും പ്രോട്ടോണും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, പ്ലസ് എനർജി റിലീസ് ചെയ്യുന്നു. അതുപോലെ ന്യൂട്രോണും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, അതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യുന്നു. ഇനി ട്രിറ്റനും ന്യൂട്രോണും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, അതിൻ്റെ കൂടെ ന്യൂട്രോൺസ് ഉണ്ടാവുന്നുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് എനർജിയും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ കുറച്ച് മാസിന് ലോസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അതും അതെ ഐൻസ്റ്റീൻസിൻ്റെ ഇക്വേഷൻ, ഇൻസ്റ്റൻറ്റ് മാസ് എനർജി ഇക്വേഷൻ E=mc² അനുസരിച്ചിട്ട് അതിനെ എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ ഫ്യൂഷൻ റിയാക്ഷനിലും ധാരാളം എമൗണ്ട് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് ദിസ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ആവശ്യമാണ്. വെരി ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എബൌട്ട് ദ ഓർഡർ ഓഫ് 1,000,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അത്ര 1,000,000 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ ടെമ്പറേച്ചറിലാണ് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം എന്താ വെച്ചാൽ ഈ കമ്പൈൻ ചെയ്യുന്ന ന്യൂക്ലിയൈകളില്ലേ, they should have extremely high kinetic energies to overcome their mutual repulsion. അപ്പോൾ 2 സ്മോളർ ന്യൂക്ലിയൈകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ ന്യൂക്ലിയൈകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു റിപ്പൽഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റിപ്പൽഷനെ ഓവർകം ചെയ്ത് ഇത്തരത്തിലുള്ള ന്യൂക്ലിയൈകൾക്ക് ധാരാളം കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്ത് അത് കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറാൻ ഫ്യൂഷൻ റിയാക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചേഴ്സ് ഓഫ് ദി ഓർഡർ ഓഫ് 1,000,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വളരെയധികം ആവശ്യമാണ്. So, the nuclear fusion reactions takes place at very high temperatures of the order of 1,000,000 degree centigrade because the combining nuclei should have extremely high kinetic energy to overcome their mutual repulsion. Mutual repulsion overcome ചെയ്ത് ഹൈ കൈനറ്റിക് എനർജി കൊടുക്കുമെങ്കിൽ മാത്രമേ അവർക്ക് കമ്പൈൻ ചെയ്ത് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? തെർമോ ന്യൂക്ലിയർ
റിയാക്ഷൻസ് എന്നും കൂടി നമുക്ക് പറയാനായിട്ട്, ഇത്തരത്തിലുള്ള ടേമും നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ സ്റ്റാർസൊക്കെ ഇല്ലേ, നക്ഷത്രങ്ങൾ, അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഉള്ളിലൊക്കെ ഫ്യൂഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അതുപോലെ നമ്മുടെ സണ്ണില്ലേ, സണ്ണിൽ ഉണ്ടാവുന്ന എനർജിയും നമ്മൾ വിചാരിക്കുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ അത് 4 എണ്ണം കമ്പൈൻ ചെയ്തിട്ട് ഹീലിയവും എനർജിയൊക്കെ ആയിട്ട് മാറുന്നു. അത്തരത്തിലുള്ള റിയാക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സണ്ണിൽ നടക്കുന്നത്. ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് പ്രവർത്തിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനെ ആസ്പദമാക്കിയിട്ടാണ്. ഓക്കെ, അതായത് ഒരു ഹൈഡ്രജൻ ബോംബ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ആറ്റം ബോംബിൽ നിന്നുള്ള എനർജി വേണം. ആറ്റം ബോംബ് എന്തിന് എക്സാമ്പിളാണ്? ഫിഷൻ ബോംബിന് എക്സാമ്പിളാണ്. അതായത് ഒരു ഫിഷൻ ബോംബിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്കൊരു ഹൈഡ്രജൻ ബോംബ് ഫങ്ഷൻ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻ അതർ വേർഡ്സ് എന്താണ്? ഇൻ എ ഹൈഡ്രജൻ ബോംബ് ഹൈ ടെമ്പറേച്ചർ നീഡഡ് ഫോർ ദ ഫ്യൂഷൻ ഓഫ് ദ ന്യൂക്ലിയർ ഓഫ് ഹൈഡ്രജൻ ഐസോട്ടോപ്സ് ഈസ് ജനറേറ്റഡ് ബൈ ഡീറ്റോണേറ്റിംഗ് എൻ ആറ്റം ബോംബ്. ഒരു ആറ്റം ബോംബ് ഇട്ടതിന് ശേഷം അതിൽ നിന്നുണ്ടാവുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് നടക്കാൻ? ഒരു ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യാനായിട്ട്, ഫങ്ഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആറ്റം ബോംബ് ഇനീഷ്യേറ്റ് ചെയ്താലാണ്, ഒരു ആറ്റം ബോംബിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. ഓക്കെ, ദെൻ controlled nuclear fusion for the production of energy for constructive purposes has not been effectively achieved so far on Earth. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്യൂഷൻ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്ത് കൺസ്ട്രക്റ്റീവ് പർപ്പസസ്, നല്ല പർപ്പസസിന് മാത്രം ഉപയോഗിക്കുന്നത് നമ്മുടെ എർത്തിൽ പൂർണ്ണമായിട്ട് അത് നമുക്ക് പ്രായോഗികമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? അതായത് ധാരാളം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ആവശ്യമാണ്. The main problem obviously is the generation of the required high temperature in a controlled manner. ഇത്തരത്തിലുള്ള ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതൊന്ന് കൺട്രോൾഡ് മാനറിൽ വേണം നടത്താനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസ് കൺസ്ട്രക്റ്റീവ് പർപ്പസസിനെ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രാവർത്തികമാക്കാൻ 100% സാധിച്ചിട്ടില്ല. എന്നിട്ടും എഫേർട്സ് നടക്കുന്നുണ്ട്. അതായത് ഒരു റിക്വയർഡ് ടെമ്പറേച്ചറിൽ നമുക്ക് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് നടത്താനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. എഫേർട്സ് ആർ ഹവെവർ ബീയിങ് മെയ്ഡ് ടു പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ ബൈ വേരിയസ് മീൻസ് സച്ച് ആസ് ബൈ ദ യൂസ് ഓഫ് ഹൈ പവർ ലേസേഴ്സ്. ഇപ്പോൾ ഒരു ആറ്റം ബോംബ് ഇട്ടതിന് ശേഷം ഒരു ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ലേസർ പവറോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള ഹൈ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാക്കാനും അങ്ങനെ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ 100% അത് നമുക്ക് 100% എഫിഷ്യൻസിലൊന്നും കൊണ്ടുവരാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ന്യൂക്ലിയർ ഫിഷനും ഒരു ന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളതിനൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് വെൻ ബോംബാർഡഡ് വിത്ത് എ സ്യൂട്ടബിൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഇൻ ടു 2 fragments of comparable masses അല്ലേ. ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അപ്പാണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാലോ ലൈറ്റർ ന്യൂക്ലിയർ ഫ്യൂസ് ടുഗദർ ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയസ്. ഇനി ഫിഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ഓർഡിനറി ടെമ്പറേച്ചർ ആണ്. ഇനി ഫ്യൂഷൻ നടക്കണമെങ്കിലോ വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁶ കെൽവിൻ അത്ര നമുക്ക് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ടെമ്പറേച്ചർ 10⁻⁶ കെൽവിനിലൊക്കെ മാത്രമേ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുള്ളൂ. ഇനി ഫിഷനിലെ ദ മാസസ് ഓഫ് ദി പ്രോഡക്റ്റ് ന്യൂക്ലിയർ കൺസിഡറബിളി ലോവർ ദാൻ ദ ന്യൂക്ലിയസ് ദാറ്റ് അണ്ടർഗോസ് ഫിഷൻ. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് ഫിഷനിൽ കുറവാണ്. ഇനി ഫ്യൂഷനിലോ ദ പ്രോഡക്റ്റ് ന്യൂക്ലിയസ് എന്താണ്? ഹെവിയർ ആണ്. ഫ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനേക്കാളും ഹെവിയർ ആണ് ഫ്യൂഷനിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്. ഫിഷനിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയി മാറുകയാണ് ഫിഷനിൽ. എന്നാൽ ഫ്യൂഷനിലാണെങ്കിൽ 2 ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ന്യൂക്ലിയ ആയിട്ട് അത് മാറുകയാണ് ഫ്യൂഷനിൽ. ദെൻ ദ ഫിഷൻ എനർജി റിലീസ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് അണ്ടർഗോസ് ഫിഷൻ ഈസ് ലാർജ്. അതായത് ധാരാളം എനർജി ഒരു മാസ് ഓഫ് ദ മെറ്റീരിയലിന് ഫിഷൻ നടക്കുമ്പോൾ തന്നെ ധാരാളം എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ദ എനർജി റിലീസ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദ കമ്പൈനിങ് ന്യൂക്ലൈഡ്സ് ഡ്യൂറിങ് ഫ്യൂഷൻ ഈസ് ഈവൺ ലാർജർ ദാൻ ദാറ്റ് ഇൻ എ ഫിഷൻ പ്രോസസ്. ഫിഷൻ പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജിനേക്കാളും ധാരാളം എനർജി
കൂടുതൽ. അതായത് ദ എനർജി റിലീസ്ഡ് പെർ യൂണിറ്റ് മാസ്, ഏത് നമ്മുടെ ന്യൂക്ലിയേഴ്സ് ആണോ കമ്പൈൻ ചെയ്തത്, അപ്പോൾ എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഓരോ യൂണിറ്റ് മാസിനും. അത് ഈവൻ ലാർജർ ആണ് ദാൻ ഇൻ എ ഫിഷൻ പ്രോസസ്. ഫിഷൻ പ്രോസസ്സിൽ അത് കൃത്യമായിട്ട് ആ സെൻറ്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വേർഡ്സിൽ എഴുതി അത് എത്രമാത്രം പ്രായോഗികമാവുമെന്ന് എനിക്ക് കൃത്യമായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. അതായത് ദ ഫിഷൻ എനർജി റിലീസ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് അണ്ടർഗോസ് ഫിഷൻ ലാർജ് ആണ്. ഓക്കെ, ഓരോ യൂണിറ്റ് മാസ് ഓഫ് ദ ഫിഷൻ മെറ്റീരിയലിലും നടക്കുന്നതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി ലാർജാണ്. പക്ഷെ അതിനേക്കാളും ലാർജറാണ് എന്ത്, ഫ്യൂഷൻ പ്രോസസ് അല്ലേ. അതായത് ദ എനർജി റിലീസ്ഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ദ കമ്പൈനിങ് ന്യൂക്ലൈഡ്സ് ഡ്യൂറിങ് ഫ്യൂഷൻ ഈസ് ഈവൻ ലാർജർ ദാൻ ദാറ്റ് ഇൻ എ ഫിഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുക, ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, എസ് എ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. വായിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.